കേരള ആർ ടി സിയുടെ 8ഓളം ഡിപ്പോകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന 8 മിന്നൽ സർവീസുകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 2 മാത്രമാണ് ഈ ഒരു സെൻട്രൽ ഡിപ്പോ കണക്ട് ചെയ്യാതെ ഓടിക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ പാലാ ഡിപ്പോയുടെ വണ്ടിയും അതുപോലെ തന്നെ കാസർഗോഡ് ഡിപ്പോയുടെ വണ്ടികളും. ഈ 2 വണ്ടികളാണ് സെൻട്രൽ ഡിപ്പോ കണക്ട് ചെയ്യാതെ ഓടിക്കുന്ന വണ്ടികൾ. ബാക്കി 6 വണ്ടികളും സെൻട്രൽ ഡിപ്പോ കണക്ട് ചെയ്ത് ഓടിക്കുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ട്രിവാൻഡ്രം ഡിപ്പോ, അതായത് നമ്മുടെ സെൻട്രൽ ഡിപ്പോ ആയിട്ടുള്ള ട്രിവാൻഡ്രം ഓപ്പറേറ്റ് ചെയ്യുന്ന കോഴിക്കോടേക്ക് സർവീസ് നടത്തുന്ന ഈ ഒരു മിന്നൽ സർവീസിന്റെ വിശേഷങ്ങളാണ്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ വഴിയാണ് കോഴിക്കോടേക്ക് ഈ ഒരു വണ്ടി സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു മിന്നൽ സർവീസിന്റെ വീഡിയോ, അതായത് നമ്മുടെ ലാസ്റ്റ് മിന്നൽ സർവീസ് ആണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ 9 മിന്നൽ സർവീസുകളുടെ വീഡിയോ നമ്മളെ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു മിന്നൽ സർവീസും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇനി ഒരുപാട് റീഫർബിഷ് ചെയ്തിട്ടുള്ള വണ്ടികൾ വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി സുൽത്താൻ ബത്തേരിയുടെ 2 വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു നമ്മുടെ കണ്ണൂർ ഡിപ്പോയുടെ വണ്ടിയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാസർഗോഡിൻ്റെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂന്നാർ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡിപ്പോകളുടെയും വണ്ടി റീഫർബിഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇനി തുടർച്ചയായിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സമയം അങ്ങനെ രാത്രി 11:39 കേട്ടോ. നമ്മളുള്ളത് തിരുവനന്തപുരത്ത് സ്റ്റാൻഡിലാണ്. നമുക്കൊന്ന് പോകാനുള്ള കോഴിക്കോട് വണ്ടി ഇവിടെ ട്രാക്കിൽ കൊണ്ടിട്ടുണ്ട്. 11:45 ഇവിടെ നിൽക്കുന്നത് കേട്ടോ. റൂട്ട് നമുക്ക് നോക്കാം. കൊല്ലം, ആലപ്പുഴ, വൈറ്റില, തൃശ്ശൂർ വഴി കോഴിക്കോട്. ATC 235 ട്രിവാൻഡ്രം ഡിപ്പോയുടെ വണ്ടിയാണ്. KL 15A2163 ലെയ്ലാൻഡിൻ്റെ വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ടൊക്കെ ലെയ്ലാൻഡാണ് കാണുന്നത്. പക്ഷേ ഫ്രണ്ടിൽ അകത്ത് ഞാൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് മേലെ ടാറ്റയുടെ ലോഗോയാണ് കണ്ടേക്കുന്നത്. നമുക്കെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം ഏതാ ലെയ്ലാൻഡാണോ ടാറ്റയാണോ. പതിനൊന്ന് 50 കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങി. വണ്ടി ടാറ്റയാണ് കേട്ടോ. ആ ഒരു ഫ്രണ്ട് ഫേസ് നിങ്ങൾ നോക്കണ്ട, ടാറ്റയാണ് വണ്ടി. വണ്ടി ഫുള്ളാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റോപ്പ് കൊല്ലം, ആലപ്പുഴ, അങ്ങനെയാണ് പോകുന്നത്. മഴ പെയ്തിട്ട് ആ ഫ്രണ്ട് വിൻഷീൽഡ് നമുക്ക് പണിയാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. നമുക്ക് കൊല്ലം ടൈം 1 മണിയാണ് കേട്ടോ. 1 മണിയാണ് കൊല്ലം ടൈം. നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ യാത്രയിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് NH66 മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു NH66 വർക്ക് തന്നെയാണ്. പലയിടത്തും വർക്കാണ്. ഇവിടെ നിന്നോട്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് വരെ ഈ ഒരു വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ. അതിനിടെ കുറച്ച് ഭാഗം, അതായത് എറണാകുളം വൈറ്റില തൊട്ട് പിന്നെ കുറ്റിപ്പുറം വരെയുള്ളൊരു ഭാഗം, അത്രയും ഭാഗം മാത്രമേ നമുക്ക് വർക്കില്ലാതുള്ളൂ. ബാക്കി മൊത്തം വർക്കാണ് കേട്ടോ. NH66 വണ്ടിയുടെ സൗണ്ട് അത്യാവശ്യം നല്ല നോയ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഒരു സർവീസ് അത്യാവശ്യം നല്ല ചവിട്ടി ഓട്ടുന്നുണ്ട് കേട്ടോ.
വണ്ടി ടാറ്റയാണ്. ആ ഒരു സ്റ്റാർട്ടിങ് പുള്ളിങ് ഇല്ല, അത് നല്ല രീതിയിലുണ്ട് വണ്ടിക്ക് കേട്ടോ. പിന്നെ വെച്ചാൽ ഇവർക്ക് ഈ 12 മണിക്ക് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ റോഡിൽ വണ്ടികളൊക്കെ കുറവാണ്, ഒന്നുമില്ല വണ്ടികൾ, മൊത്തത്തിൽ കാര്യമാണ്. അതൊരു വലിയൊരു ബെനിഫിറ്റാണ് കേട്ടോ. അതിനിപ്പോൾ ഏകദേശം തൃശ്ശൂരൊക്കെ കഴിയണം എങ്കിലാണ് രാവിലെ ആവത്തുള്ളൂ. നമുക്കങ്ങനെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊല്ലെത്തുന്നതിന് മുമ്പേ തന്നെ ഏകദേശം ആറ്റിങ്ങലൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 5-8 കിലോമീറ്ററായി. എന്നാലും കൊല്ലത്തിന് മുന്നേ, സ്ഥലപ്പേര് കറക്റ്റ് എന്താണെന്ന് അറിയില്ല, നല്ല മഴ തുടങ്ങിയിട്ട്. മഴയായി കഴിഞ്ഞാൽ കാഴ്ചകളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ബസ്സിൻ്റെ പോക്കും കുറച്ച് സ്പീഡ് കുറക്കേണ്ടി വരും, കാരണം വെച്ചാൽ റോഡ് കുറച്ച് മങ്ങലാവും. സമയം അങ്ങനെ 1:15 കേട്ടോ. 1:15 നമ്മളങ്ങനെ കൊല്ലത്തെത്തി കേട്ടോ. കൊല്ലം KSRTC സ്റ്റാൻഡിലേക്ക് പോവാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഇറക്കാറായി കഴിഞ്ഞാൽ സ്റ്റാൻഡായി കേട്ടോ. സമയം 1:15, 1 മണിയാണ് കൊല്ലം ടൈം കാണിച്ചേക്കുന്നത്. ഒരു 15 മിനിറ്റ് കൂടെ ലൈറ്റ്. റോഡ് പണീൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. മഴ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചാറി ചാറി കുറേ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പെയ്യാണ്. കൊല്ലം KSRTC നമ്മളങ്ങനെ കൊല്ലം വിട്ടു. 1:18 കേട്ടോ. വീണ്ടും മഴ തുടങ്ങി കേട്ടോ. കൊല്ലം വിട്ടു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴ 2:15 ടൈമിങ്. ഏകദേശം 1.25 മണിക്കൂറാണ് ഇവിടുന്ന്. ഇനിയിപ്പോൾ 1 മണിക്കൂറാണ് നമുക്കുള്ളത് ആലപ്പുഴ. മഴയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ, അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിൽ കാണാം. പുറത്ത് നല്ല കട്ട മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കിട്ടില്ലം പോലത്തെ മഴയാണ്. നമ്മുടെ മുമ്പിലൊരു സൂപ്പറോ ഫാസ്റ്റോ ഏതോ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആവുന്നില്ല വണ്ടി ഏതാന്ന്, മഴയായത് കാരണേ. സൂപ്പറാണ് കേട്ടോ ഏതോ. കോയമ്പത്തൂർക്ക് പോകുന്നൊരു സൂപ്പറാണ് കേട്ടോ അത്. ഈ ഒരു പ്രദേശത്തൊക്കെ ഭാവിയിൽ NH66 മൊത്തത്തിൽ എലിവേറ്റഡ് ആയിട്ടുള്ള ഹൈവേ റൂട്ടിയാണ് പോകേണ്ടത്. നിങ്ങൾക്ക് 2 ഭാഗത്തും പില്ലറിൻ്റെ വർക്ക് കാണാം.
ഒരു മാതിരി ഒരു വല്ലാത്തൊരു കൺസ്ട്രക്ഷൻ ആയിരിക്കും കേട്ടോ ഇതൊക്കെ. സമയം 2:15 ആയിട്ടോ. നമ്മൾ ടൈമിംഗ് പ്രകാരമുള്ള ആലപ്പുഴ ടൈം കഴിഞ്ഞു. ബട്ട് ഈ ഒരു സമയത്ത് എന്തായാലും എത്തത്തില്ല. ഇനി മാക്സിമം ഒരു 3/4 മണിക്കൂറിന് മേലെ എടുക്കും. നിങ്ങൾ റോഡിൻ്റെ അവസ്ഥ കാണുന്നില്ലേ? NH-66 പണി നടക്കുന്ന കാരണം ആ റോഡ് മൊത്തത്തിൽ ഇങ്ങനെ കട്ടിങ് ആയേക്കാണ്. റോഡില്ലാന്ന് തന്നെ പറയാം. അത് അവിടെയൊക്കെ ചവിട്ടി ഇറങ്ങിയിട്ടൊക്കെയാണ് കയറിപ്പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ടൈമിങ് അതാണ് എടുക്കുന്നത്. നമ്മളങ്ങനെ ആലപ്പുഴ ജില്ല സ്കിപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ആലപ്പുഴ കയറിയില്ല. ആലപ്പുഴ എനിക്കൊന്ന് ആൾ കയറാനൊന്നുമില്ല. ഒന്ന് വണ്ടി ഫുള്ളുമാണ്. അപ്പം അത് കാരണം ആലപ്പുഴ നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ നിന്നാൽ സംഖ്യാവില്ലയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തെത്തി. സമയം 3:30 ആയിട്ടോ. നമ്മൾ എറണാകുളം സമയത്ത് 3:30 എറണാകുളം സമയം. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി കേട്ടോ. വിൻഷീൽഡൊക്കെ ക്ലിയറായി. അവരും ഇതൊക്കെ മാറിയിട്ട് നമ്മളങ്ങനെ അരൂരെത്തിട്ടോ. അരൂർ, ആലപ്പുഴ ജില്ലയിലെ അരൂർ. ഇവിടെ സെൻറ്ററിലൊക്കെ മൊത്തത്തിൽ വില്ലേഴ്സ് അവർ പണിയുന്നുണ്ട് കേട്ടോ. പുതിയ അതായത് NH-66 എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായിട്ടുള്ള വില്ലേഴ്സ് പണിയുന്നുണ്ട്. മൊത്തം റോഡൊക്കെ മൊത്തം പോയി കിടക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്ത് എവിടെയോ ആയിരുന്നു ഒരു KSRTC ബസ് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മൊത്തം റോഡ് പോക്കാട്ടോ. ഇവിടെ മാത്രമല്ല മുഴുവൻ ഭാഗത്ത് എല്ലാ ഭാഗത്തും റോഡ് പോക്കാം. നമ്മളങ്ങനെ ഈ ഒരു യാത്രയിലെ ആദ്യത്തെ ടോൾ പ്ലാസ കയറാണ്. അരൂർ കുമ്പളം ടോൾ പ്ലാസ. നമ്മളങ്ങനെ NH-66 കട്ട് ചെയ്തിട്ട് ഇവിടെ വൈറ്റില ഹബ്ബിലേക്ക് പോവാണ്. വൈറ്റില ഹബ്ബാണ് ഈ ഒരു വണ്ടിക്ക് സ്റ്റോപ്പ് വരുന്നത് കേട്ടോ. എറണാകുളത്ത് സ്റ്റോപ്പ് വരുന്നത് വൈറ്റില ഹബ്ബിലാണ്. നമ്മൾ വൈറ്റില ഹബ്ബെത്തി. സമയം നോക്കിക്കോ 4:12. നമ്മളങ്ങനെ വൈറ്റില ഹബ്ബിൽ കിടക്കുകയാണ്. കാലിയാണ് കേട്ടോ മൊത്തത്തിൽ. നാല് 4:21 നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. വൈറ്റില ഹബ്ബ് നമ്മളെ ട്രിവാൻഡ്രം സ്കാനിയ പോകുന്ന കൊല്ലൂർ ട്രിവാൻഡ്രം സ്കാനിയാണ്. നമ്മളെ വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വണ്ടിയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശ്ശൂരാണ്. അതിനിടയ്ക്ക് അങ്കമാലി റിക്വസ്റ്റ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ എടപ്പള്ളി എത്തി. എടപ്പള്ളി നമ്മൾ NH-66 നേരെ നാഷണൽ ഹൈവേ 544 കയറി. നമുക്ക് ഈ ഒരു എറണാകുളം കഴിഞ്ഞിട്ട് തൃശ്ശൂർ വരെയുള്ള ഈ ഒരു ഭാഗമാണ് കുറച്ച് സ്മൂത്തായിട്ടൊന്ന് ഓടിക്കാൻ പറ്റും കേട്ടോ. ബാക്കി മുഴുവൻ റോഡ് പണിയൊക്കെ ആയത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ഏരിയ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. മഴയുണ്ട് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട്. നമ്മളങ്ങനെ ആലുവൊക്കെ കഴിഞ്ഞത് അങ്കമാലി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 55 കിലോമീറ്ററുണ്ട് നമുക്ക് തൃശ്ശൂർക്ക്.
കാലടിക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല കിടിലം മഴയാണ് കേട്ടോ. അതായത് എയർപോർട്ട് ആ ഒരു ജംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയാണ് റോഡിൽ. ഒന്നും കാണുന്നില്ല കേട്ടോ, നല്ല മഴ. നമുക്ക് ഈ ഒരു സൈഡ് വൈപ്പറില്ലാത്തതുകൊണ്ടാണ്, ഡ്രൈവർക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡ് വൈപ്പറില്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല മഴയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അവിടെ എറണാകുളം കയറിയതിന് ശേഷം നമുക്ക് നല്ല മഴ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് കുറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലി സമയം 4:50. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ അങ്കമാലി. നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അങ്കമാലി കിട്ടത്തില്ല. എറണാകുളം ഫ്ലൈറ്റിൽ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് ഉണ്ടാവുക. ഫ്രണ്ടിലായിട്ടൊരു ലോ ഫ്ലോർ AC പോകുന്നുണ്ട് കേട്ടോ. അത് എങ്ങോട്ടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റിപ്പുറം തൃശ്ശൂർ അങ്കമാലിനെ കാണുന്നുണ്ട്. ഇപ്പോൾ ബൈപ്പാസ് റൈഡറാണോ എന്ന് അറിയത്തില്ല, അതിട്ട് നോക്കട്ടെ. കോഴിക്കോടേക്ക് പോകുന്ന ബൈപ്പാസ് റൈഡറാണ് കേട്ടോ അത്. നല്ല ചവിട്ടാ ചവിട്ടുന്നത്, അടിപൊളി. നമ്മുടെ മുമ്പിൽ ഗുരുവായൂർക്ക് പോകുന്നൊരു സൂപ്പർ ഉണ്ട് കേട്ടോ. സ്വിഫ്റ്റിൻ്റെ ഒരു സൂപ്പർ ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണിത്. കൊല്ലം, കായംകുളം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ വഴി ഗുരുവായൂർ. തൃശ്ശൂർ ഒരു സൂപ്പറും കൂടെ നമ്മൾ മുമ്പ് പോകുന്നുണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്നാണ് കൊട്ടാരക്കര, കോട്ടയം, മൂവാറ്റുപുഴ, അങ്കമാലി വഴി തൃശ്ശൂർ വഴി. അഞ്ച് 24 കേട്ടോ. നമ്മളങ്ങനെ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലേക്ക് കയറാണ്. ബാലൻസ് ഒക്കെ 30 രൂപ കാരണം അവിടെ മാറിയാലേ ഉള്ളൂ. 5:35 കേട്ടോ. നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിലേക്ക് കയറാണ്. സമയം 5:50. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പം അങ്ങോട്ട് റോഡ് കുറച്ച് തിരക്കാവും കേട്ടോ. സമയം രാവിലെ ആയി, വെളിച്ചം നന്നായിട്ട് ഇനിയിപ്പോൾ വരും, റോഡും തിരക്കാവും. അതുപോലെ എൻ്റെ അമ്മ സമയം രാവിലെ 5:55, അതായത് 6 മണി ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കിൻ്റെ അത്യാവശ്യം റോഡ് തിരക്ക് ആയി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കിനി അടുത്ത സ്റ്റോപ്പ് കോട്ടയ്ക്കലാണ്.
കോട്ടക്കര കഴിഞ്ഞ് കോഴിക്കോട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കുന്നംകുളമൊക്കെ കഴിയുന്നവരെ, കുന്നംകുളം കഴിഞ്ഞ് ആ ഒരു പെരുമ്പിലാവ് വരെ റോഡ് ഭയങ്കര മോശമാണ്. ആ ഒരു പാട്ട റോട്ടിൽ കൂടെയാണ് പോകേണ്ടത്. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ അത് സത്യം പറയാലോ. നമ്മളങ്ങനെ എടപ്പാടെത്തിയിട്ട് എടപ്പാട് 6:50. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലോടുന്നൊരു പ്രൈവറ്റ് ആണ് കേട്ടോ കാണുന്നത്. ഹെക്ടർ അങ്ങനെ നമ്മൾ NH66 വന്ന് കയറാണ് കേട്ടോ. ഇവിടെയാണ് NH66 ജോയിൻ്റ് ആവുന്നത്, കുറ്റിപ്പുറം. ഇപ്പോഴത്തെ ഈ കാണുന്ന ഈ ഒരു കുറ്റിപ്പുറം പാലം കടന്നിട്ട് നമ്മൾ നേരെ കുറ്റിപ്പുറം പോകും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് തന്നെ റോഡിൻ്റെ കാര്യം തീരുമാനമാട്ടോ. റോഡ് പണി എടുക്കുന്നതുകൊണ്ട് കുറേ സർവീസ് റോഡാണ്. എവിടെയും ഏതെങ്കിലുമൊക്കെ വണ്ടിക്കാരൻ പെട്ട് കഴിഞ്ഞാൽ അതിന് പുറകെ പൊക്കോളാം, വേറെ വഴിയൊന്നുമില്ല. അടിയിൽ കൂടെ ഒഴുകുന്ന ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അത്യാവശ്യം നിറഞ്ഞാൻ ഒഴുകുന്നുണ്ട് കേട്ടോ. അടുത്ത ഭാഗത്ത് പുതിയ പാലത്തിൻ്റെ ഒക്കെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്നാ ഭംഗിയായിട്ട്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ കുറ്റിപ്പുറം സ്റ്റാൻഡ് ആ പോകുന്നത്. നമുക്ക് പിന്നെ സ്റ്റാൻഡിലൊന്നും കയറേണ്ട, നമ്മൾ നേരെ അടിച്ച് ഈ റൂട്ടിലൂടെ പോവാണ്. നിങ്ങളിത് കണ്ട് ഇത്തരത്തിലുള്ള സർവീസ് റോഡാണ് നമുക്ക് പണി കിട്ടുന്നത്. താഴ്ഭാഗത്ത് NH66 വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി തോന്നും കേട്ടോ. നമ്മളിപ്പോഴത്തെ ഒരു സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള സർവീസ് റോഡാണ് നമുക്ക് മെയിനായിട്ടുള്ള പണി കിട്ടുന്നത്. കാരണം വെച്ചാൽ എവിടെയെങ്കിലൊക്കെ ഒരു വണ്ടി കുടുങ്ങിയാൽ തീർന്നു. ഈ ഒരു പ്രദേശമൊക്കെ നിങ്ങൾ നോക്കിയാൽ മൊത്തത്തിൽ കോട മൂടിയിട്ടുണ്ടോ.
ഹൈറ്റിലുള്ള പ്രദേശമാണ് ഇത്. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇങ്ങനെ കോട ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളങ്ങനെ വളാഞ്ചേരി എത്തി. വളാഞ്ചേരി ടൈം 7:11. റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. യാത്രക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ പിന്നെ സ്റ്റോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പുതിയ NH-66 കൺസ്ട്രക്ഷനാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. ശരിക്കും ഈ ഒരു വളാഞ്ചേരി ഭാഗത്താണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വർക്ക് നടക്കുന്നത് കേട്ടോ. ഒരുപാട് പില്ലേഴ്സും സംഭവങ്ങളും അതുപോലെ തന്നെ കുന്നുകൾ കുറേ ഇടിച്ചും ചെയ്തേക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ഇവിടെ പണിയെടുത്ത് എന്തോരാന്നുള്ളത്. ഇങ്ങനെ ഒരു വളവാണ്. ഇങ്ങനെ വളഞ്ഞു പോകുന്ന റോഡ് വരെ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട്. ഇവിടെ എന്തോ ബ്ലോക്ക് ആക്കിയിട്ടേക്കാം. അവിടെ റോഡ് ക്ലിയർ ആക്കാൻ തോന്നുന്നു. കുറച്ച് നേരമായി ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടേക്കാം. അവനെ സാധനം കൊണ്ട് ഗ്രേഡർ കൊണ്ട് അടിച്ച് വരുന്ന വരുത്തൊക്കെ എൻ്റെ പുത്തനത്താണി എത്തി. പുത്തനത്താണി 7:30. നമ്മളെ കോഴിക്കോട് ടൈമാണ് കേട്ടോ 7:30. നമ്മളങ്ങനെ കോട്ടക്കൽ എത്തി കേട്ടോ. കോട്ടക്കൽ ഈ ഒരു വണ്ടിക്ക് മലപ്പുറം ജില്ലയിലുള്ള സ്റ്റോപ്പാണ് കോട്ടക്കൽ കേട്ടോ. ബാക്കിയുള്ള മിന്നൽ സർവീസുകൾക്കൊന്നും കോട്ടക്കൽ സ്റ്റോപ്പില്ല. കോട്ടക്കൽ റിക്വസ്റ്റ് സ്റ്റോപ്പാണ്. ബട്ട് ഈ ഒരു വണ്ടിക്ക് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്തും ടിക്കറ്റായിട്ട് നമുക്ക് കോട്ടക്കൽ സ്റ്റോപ്പ് വരുന്നുണ്ട് കേട്ടോ. കോട്ടക്കൽ സമയം 7:41. ഇതിന് ഒറിജിനൽ ടൈം 6:25 മറ്റാണ് കാണിച്ചേക്കുന്നത്. ലേറ്റാണ്. നമ്മൾ ഓൾറെഡി ലേറ്റായിട്ടാണ് വരുന്നത്. അറിയാലോ ഈ റോഡിൻ്റെയൊക്കെ കണ്ടീഷൻ കാരണം. വീണ്ടും നമ്മളൊരു ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്താണെന്നൊന്നും അറിയത്തില്ല. ഇത് ഇവിടെ നിന്ന് ആ ഒരു എൻഡ് വരെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് എന്തുവാണ് സംഭവം. നമുക്ക് ലെഫ്റ്റ് സർവീസ് റോഡ് വഴി പോയി കഴിഞ്ഞാൽ രാമനാട്ടുകാരൊക്കെ പോകണം. നമ്മളിവിടെ നേരെ കോഴിക്കോട് ഒരു ബൈപ്പാസ് വഴി അങ്ങനെ കയറിയിട്ട് അങ്ങോട്ടേക്ക് കയറേണ്ട പരിപാടിയായിരിക്കും. സാധാരണ വണ്ടികളൊക്കെ ഈ ഒരു ലെഫ്റ്റ് രാമനാട്ടുകര വഴിയാണ് പോകാറ്. ആ ഒരു ലെഫ്റ്റ് റോഡിലൂടെ പോകാറ്. ബട്ട് പിന്നെ മിക്കവാറും തിരക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതുവഴി കയറി പോകുന്നത്. കോഴിക്കോട് കയറിയിട്ട് നമുക്ക് ഇത്ര നേരം മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നല്ല അടിപൊളി മഴ. കിട്ടിയ മഴ നല്ല ഒന്നൊന്നര മഴയാണ്. സമയം ഒരുപാടായി കേട്ടോ.
3:45 നല്ല തിരക്കാണ് റോഡിലൊന്നാമത്. നമ്മളങ്ങനെ NH66 കട്ട് ചെയ്ത് നേരെ കോഴിക്കോട് ടൗണിലേക്ക് പോവാണ്. KSRTC സ്റ്റാൻഡിലേക്ക് തൊണ്ടയാട് ബൈപ്പാസിൽ നിന്ന് നേരെ കട്ട് ചെയ്ത് തൊണ്ടയാട് ജംഗ്ഷൻ വഴി അങ്ങനെ കയറി പോവാം. ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക്. ഇന്നൊരു ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്ക് നന്നായിട്ടുണ്ട്. നമ്മളങ്ങനെ ഫൈനലി കോഴിക്കോടെത്തി. കോഴിക്കോടത്തെ ഇവിടെ ഈ ഒരു ബേബി മെമ്മോറിയലിൻ്റെ അടുത്ത് എത്തിയിട്ടും അരയിടത്ത് പാലം. ഇവിടെ നേരെ സ്റ്റാൻഡിലേക്ക് KSRTC സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ ബ്ലോക്കാണ്. നിങ്ങൾ മുമ്പ് തന്നെ കാണാം, നല്ല ബ്ലോക്കാണ്. അതുപോലെ തന്നെ നല്ല മഴയും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ കോഴിക്കോട് KSRTC സ്റ്റാൻഡിലേക്ക് കയറാണ്. സമയം നോക്കിക്കോട്ടോ, 9:07. 9 മണി കൂട്ടിയാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞിട്ട് 9:07 നമ്മൾ ഇവിടെ കോഴിക്കോടെത്തി. ഞാനിന്ന് ഈ ഒരു ക്രൂവിനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത് ചേട്ടൻ വരുതാ അനീഷ്. എവിടെ സ്ഥലം? നെടുമങ്ങാട്, തിരുവനന്തപുരം തന്നെ അല്ലേ? അപ്പോൾ തിരുവനന്തപുരംകാരൻ, തിരുവനന്തപുരം ഡിപ്പോയിൽ വർക്ക് ചെയ്യുന്ന അനീഷ് ചേട്ടനാണ് ഒന്നാമത് ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നത്. കണ്ടക്ടർ ചേട്ടൻ? എൻ്റെ പേര് അമീർ. അമീർ. എവിടെ സ്ഥലം? തന്നെയാണ് സ്വദേശം. ഈ ബസ്സിൽ സ്ഥിരമായിട്ട് മിന്നൽ സർവീസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ട്രിവാൻഡ്രം ഈ ഒരു സർവീസ് തന്നെയാണ് കൂടുതലായി പോകുന്നത്. എത്ര വർഷമായി? ഏറെക്കുറെ ഈ റൂട്ടിൽ തന്നെയാണ് ഒരു 4 മുതൽ 5 വർഷത്തിനിടയ്ക്ക് ഈ സർവീസ് തന്നെയാണ് വന്നു പോകുന്നല്ലേ? ചേട്ടൻ എത്രയായി? ഒരുപാടായി അതിനകത്ത് ഈ സർവീസ് ഒക്കെ 1.5 വർഷം ഈ സർവീസ് തന്നെ പോയിക്കൊണ്ടിരുന്നത് അല്ലേ? എന്ത് തോന്നുന്നു ഇന്ന് ലേറ്റ് ആയിട്ട്? എന്താ പറയാനുള്ളത്? സ്വാഭാവികമായിട്ട് ഈ ബസ് എല്ലാ ദിവസവും തിരക്കുള്ള ബസ്സാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സർവീസാണ്. മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഇല്ല, പെട്ടെന്ന് എത്താമല്ലോ എന്നുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള റോഡ് പണികളുടെ കുഴികൾ കാരണം, സിംഗിൾ റോഡ് കാരണമൊക്കെ വളരെ വൈകിയാണ്. ഇപ്പോൾ 1 മണിക്കൂർ ശരാശരി എല്ലാ ദിവസവും 1 മണിക്കൂർ വൈകിയാണ് ഈ വാഹനം എത്തിച്ചേരുന്നത്. മഴയും കൂടി ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. സാധാരണ 1 മണിക്കൂർ മാക്സിമം, പരമാവധി 1 മണിക്കൂർ. ഇനി ഈ റോഡ് പണി കഴിഞ്ഞാൽ ഈ വാഹനം പറയുന്നതിനേക്കാളും നേരത്തെ എന്നുള്ളതാണ് ഉറപ്പല്ലേ. മെച്ചപ്പെട്ട സർവീസ് വീണ്ടും പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ KSRTCക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും അല്ലേ? എന്താ ചേട്ടാ പറയാനല്ലേ ചേട്ടന്? ഇതൊക്കെ തന്നെ അല്ലേ? വേറെ കൂടുതലായിട്ടൊന്നും പറയാനുണ്ടോ? റോട്ടിൽ എന്ത് തോന്നുന്നു? ചേട്ടനല്ലേ ഡ്രൈവ് ചെയ്ത് അതുകൊണ്ട് ചോദിക്കുന്നത്. അവിടുന്ന് നമുക്ക് മൊത്തത്തിൽ ആ NH66 പണി മൊത്തത്തിലേ പ്രശ്നം തന്നെയല്ലേ? നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ATC 235 ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ പുതിയ വണ്ടിയുടെ എന്തെങ്കിലും തീരുമാനമായോ? ആയി വരുന്നു എന്ന് ഞങ്ങളുടെ സംഘടനാ നേതാക്കൾ വഴി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞല്ലേ? ഈ ഒരു വണ്ടി പണിക്കേറ്റാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ എല്ലാ മിന്നൽ സർവീസുകളും പണി ചെയ്യാനായിട്ട് ഉത്തരവായി. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു മലബാർ ഏരിയ അങ്ങോട്ടെല്ലാം ചെയ്തു വരുന്നുണ്ട്. റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നമ്മളെ വണ്ടി പണി ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ ബസ്സുകൾ ഉണ്ടായിരുന്നതും സർവീസ് ഉണ്ടായിരുന്നതും മിന്നൽ സർവീസ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നായിരുന്നു. ഇപ്പൊ മറ്റ് വാഹനങ്ങളുടെ കുറവ് കാരണം സർവീസുകളെല്ലാം മാറ്റി കൊടുത്ത് ഇപ്പൊ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ, കോഴിക്കോടേക്ക് സർവീസ് മാത്രമാണുള്ളത്. പിന്നെ ഒരു ഡീലക്സ് പാലക്കാട് ഓടുന്നുണ്ട്, മാനന്തവാടിയുണ്ട്, നമ്മൾ നടത്തുന്ന ബത്തേരിയുണ്ട്, ബാംഗ്ലൂർ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഏറ്റവും കൂടുതൽ സർവീസ് ഓടുന്നത് ബാംഗ്ലൂർ. സ്കാനിയ മുഴുവൻ അവിടെ നിന്നല്ലേ ഓടിക്കുന്നത്? സ്കാനിയ വോൾവോ ഒക്കെ അവിടെ നിന്നല്ലേ ഓടിക്കുന്നത്? ദീർഘദൂര സർവീസ് എന്ന് പറയുന്നത് കൊല്ലൂർ, ട്രിവാൻഡ്രം. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഒരുപാട് വർഷം ഞാൻ AC വോൾവോ ട്രെയിനിങ് കഴിഞ്ഞാക്കിയാണ്. കഴിഞ്ഞതാണല്ലേ? അതെ. അപ്പൊ അതിന് ഞാൻ ഒരുപാട് കാലം പോയിട്ടുണ്ടല്ലേ? ആ സർവീസ് ഒക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. ലീസ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് മുഴുവൻ കാലവും അതായിരുന്നു. അപ്പൊ ഈ ഒരു ക്രൂ 2 പേരെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ താങ്ക് യു. ഓക്കെ.
അപ്പോൾ ഈ ഒരു ട്രിവാൻഡ്രം ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മിന്നൽ ബസ്സിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വണ്ടി ലേറ്റ് ആയെന്ന് ചോദിക്കുകയാണെങ്കിൽ വണ്ടി യാത്ര ചെയ്യുന്നത് ഈ ഒരു ആലപ്പുഴ വഴിയാണ്. അതായത് കൊല്ലം ആലപ്പുഴ ഈ റൂട്ടിലാണ്. ഈ റൂട്ടിൽ NH66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ടിലോടുന്ന എല്ലാ വണ്ടികളും ലേറ്റ് ആയിട്ടാണ് ഓടിയെത്തുന്നത്. കാരണം വെച്ചാൽ ആ ഒരു റോഡിന്റെ വർക്ക് കാരണം വണ്ടികളൊക്കെ തിരിച്ച് ആ ഒരു സർവീസ് റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മെയിൻ കാരണം. പിന്നെ നമ്മൾ ഈ തൃശ്ശൂർ എത്തുമ്പോഴത്തേക്ക് ഏകദേശം രാവിലെ ആവും, ഏകദേശം 6 മണി ആ ഒരു സമയത്തൊക്കെ ആവുന്നുണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു തൃശ്ശൂർ എത്തുമ്പോഴത്തേക്ക്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ഈ ഒരു കോട്ടക്കൽ, വളാഞ്ചേരി ഈ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. വണ്ടികൾ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് ലേറ്റ് വന്നു. എങ്കിലും ഇവർ പറഞ്ഞതനുസരിച്ച് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെയാണ് സാധാരണ ദിവസങ്ങൾ ലേറ്റ് ആവാറ്. പിന്നെ ഓരോ ദിവസങ്ങളുടെ ഓരോ സാഹചര്യം പോലെ ഇരിക്കും. മഴയൊക്കെ ആയത് കാരണം കുറച്ചൊന്ന് ലേറ്റായി കൂടുതലായിട്ട്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളങ്ങനെ ഒരു അച്ചീവ്മെൻറ്റും കൂടെ തീർത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ മിന്നൽ സർവീസുകളുടെ വീഡിയോ നമ്മളങ്ങനെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എല്ലാവർക്കും ബൈ ബൈ.